ഇന്നുണ്ടല്ലോ ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ടൊമാറ്റോസും ആപ്രിക്കോട്ട്സും ആണ്. അപ്പോൾ അത് ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നാലില്ലേ അത് അതേപടി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഗ്രേപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ക്യൂക്കുംബർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കും. കുറച്ച് വിനീഗറും ചേർക്കും. അതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഇല്ലേ അതിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാട്ടാ ചെയ്യുക. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്യണത് നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ടൊമാറ്റോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, നമ്മൾ പെട്ടെന്ന് സാലഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാട്ടോ ഞാൻ കഴുകി റെഡിയാക്കി എടുത്ത് വെക്കുക. അല്ലാത്ത നമ്മുടെ വെണ്ടക്കായ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇല്ലേ, വേറെ കൈപ്പക്ക ഇങ്ങനെയുള്ളതൊക്കെ അതൊന്നും ഞാൻ അങ്ങനെ കഴുകി എടുത്ത് വെക്കില്ല. അത് അതേപോലെ തന്നെ അതിൻ്റെ തന്നെ കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സിപ്പ് ലോക്കിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഇല്ലേ ഫ്രിഡ്ജിൽ അതിലേക്ക് സൂക്ഷിച്ച് വെക്കുക കേട്ടോ ചെയ്യുക. ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നേരത്തത് ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് പോയി കഴുകി എടുത്തിട്ട് കൊണ്ടുവന്ന് കഴിക്കുകയൊന്നും വേണ്ട. മാത്രമല്ല നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ഒരു ആപ്രിക്കോട്ടിൻ്റെ ഈ ഒരു മഞ്ഞ കളറൊക്കെയില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടാ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കളറ് മഞ്ഞയൊന്നും അല്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കാൻ പാകത്തിന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഈസി അല്ലേ. ഇവിടെ എൻ്റെ മോൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ ഇതാട്ടോ സൗകര്യം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണമെന്ന് മസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ഓരോന്ന് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പം ആവശ്യത്തിന് എടുക്കാനും ഈസിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രിഡ്ജ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ശീലിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്യുള്ളൂ കേട്ടോ. കാര്യം ഒരു വട്ടം ചെയ്തു വെക്കുമ്പോൾ നമുക്കത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായാൽ പിന്നെ നമ്മളത് ഫോളോ ചെയ്യില്ലേ. അപ്പോൾ ശരി, നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ.